ഹലോ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സെമസ്റ്ററിലെ നിങ്ങളുടെ ഫിസിക്കൽ കെമിസ്ട്രി എന്ന് പറയുന്ന കോംപ്ലിമെൻ്ററി പേപ്പറാണ് നിങ്ങൾക്ക് കെമിസ്ട്രിയിൽ പഠിക്കാനുള്ളത്. അവിടെ 4 മൊഡ്യൂൾസാണുള്ളത്. ഓക്കെ, അപ്പോൾ ആ 4 മൊഡ്യൂൾസിലെ 2 മൊഡ്യൂൾസാണ് ഞാൻ നിങ്ങൾക്ക് എടുക്കുന്നത്. ഒന്നാമത്തെ മൊഡ്യൂള് തെർമോഡൈനാമിക്സും പിന്നെ മറ്റൊരു മൊഡ്യൂള് ഇലക്ട്രോ കെമിസ്ട്രിയും. ഈ 2 മൊഡ്യൂൾസാണ് ഞാൻ നിങ്ങൾക്ക് സെക്കൻഡ് സെമസ്റ്ററിൽ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ആ മൊഡ്യൂൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്ലസ് 2 ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതിൻ്റെ കുറച്ചും കൂടി ഒരു അഡ്വാൻസ്ഡ് ആയിട്ടാണ് ഇവിടെ നിങ്ങൾ തെർമോഡൈനാമിക്സ് പഠിക്കുന്നത്. അപ്പോൾ എന്താണ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ? തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രീക്ക് വേർഡാണ്. അപ്പോൾ തെർമോഡൈനാമിക്സ് അതിൻ്റെ അർത്ഥം ഹീറ്റ് ആൻഡ് പവർ എന്നാണ്. So thermodynamics is a Greek word with meaning heat and power. അപ്പോൾ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ അത് ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ്. അത് മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത് എല്ലാ എനർജി ട്രാൻസ്ഫർമേഷൻസ് ആണ് ദാറ്റ് അക്കമ്പനി ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോസസ്സ്. ഇപ്പോൾ ഫിസിക്കൽ പ്രോസസ്സ് നടക്കുമ്പോഴും കെമിക്കൽ പ്രോസസ്സ് നടക്കുമ്പോഴും ഉണ്ടാവുന്ന എനർജി ട്രാൻസ്ഫർമേഷൻസിനെയാണ് തെർമോഡൈനാമിക്സ് എന്നുള്ള ആ ബ്രാഞ്ച് ഓഫ് സയൻസ് കൊണ്ട് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, so what is thermodynamics? Thermodynamics is the branch of science which deals with all types of energy transformations accompanying physical and chemical processes. ഈ തെർമോഡൈനാമിക്സ് മെയിനായിട്ട് 4 ഫണ്ടമെൻ്റൽ ജനറലൈസേഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് നിങ്ങൾക്കറിയാലോ, നിങ്ങൾ പല ലോസ് ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. അതിൽ മെയിനായിട്ട് വരുന്നതാണ് 0th ലോ, 1st ലോ, 2nd ലോ ആൻഡ് 3rd ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഓക്കെ, അപ്പോൾ ഈ ലോസ് ഒന്നും ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ്സ് എന്നല്ല, പക്ഷേ യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ് ആയിട്ടാണ് ഇതൊക്കെ നമ്മൾ ഡീൽ ചെയ്യുന്നത്. മാത്രമല്ല ഇതൊക്കെ ബേസ് ചെയ്തിരിക്കുന്നത് നാച്ചുറൽ ഹ്യൂമൻ ഒബ്സർവേഷനും എക്സ്പീരിയൻസിനും ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള 4 ലോസും, അതായത് 0, 1st, 2nd ആൻഡ് 3rd ലോസ് എന്ന് പറയുന്നത് തെർമോഡൈനാമിക്സിൻ്റെ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലോസൊക്കെ ധാരാളം സെഞ്ച്വറീസായിട്ട് ഇതൊക്കെ എക്സ്പെരിമെൻ്റലി ടെസ്റ്റഡ് ആണ്, എക്സ്പെരിമെൻ്റലി വെരിഫൈഡ് ആണ്. ഓക്കെ, ഇനിയിപ്പോൾ ഇത് തെറ്റാന്ന് പറയാനായിട്ട് ഇതുവരെ കേസുകളൊന്നും അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് തെർമോഡൈനാമിക്സിൻ്റെ ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ. ദെൻ നെക്സ്റ്റ് വരുന്നത് ബേസിക് ടെർമിനോളജി ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. ഇപ്പോൾ തെർമോഡൈനാമിക്സിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസ്, അതിൽ ഇമ്പോർട്ടൻ്റ് വരുന്നതാണ് എന്താണ് സിസ്റ്റം, എന്താണ് സറൗണ്ടിങ്സ്, എന്താണ് യൂണിവേഴ്സ്. അത് ചോദിക്കാറുണ്ട്, വോട്ട് ഡു യു മീൻ ബൈ സിസ്റ്റം ഓർ സറൗണ്ടിങ്സ് ഓർ യൂണിവേഴ്സ് ഇൻ തെർമോഡൈനാമിക്സ്. ഇപ്പോൾ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ specified part of the physical world or universe chosen for our investigation and separated from the rest of the universe by a real or imaginary boundary. ഇപ്പോൾ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൊത്തത്തിലുള്ളത്, അതാണ് യൂണിവേഴ്സ്. അപ്പോൾ യൂണിവേഴ്സിൽ തന്നെ നമ്മൾ ഏത് ഭാഗമാണോ നമ്മുടെ പഠനത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് എടുക്കുന്നത് അതിനെയാണ് നമ്മൾ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ സറൗണ്ടിങ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ യൂണിവേഴ്സിലെ സിസ്റ്റം ഒഴികെ ബാക്കിയുള്ള അതിൻ്റെ പുറത്തുള്ള സാധനങ്ങളെയൊക്കെയാണ് സറൗണ്ടിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് യൂണിവേഴ്സിലെ അല്ലെങ്കിൽ ഫിസിക്കൽ വേൾഡിലെ ഏത് സ്പെസിഫൈഡ് പാർട്ടാണോ നമ്മൾ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി ചൂസ് ചെയ്യുന്നത് അതിനെയാണ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ദ സിസ്റ്റം മീൻസ് ഇറ്റ് ഈസ് എ സ്പെസിഫൈഡ് പാർട്ട് ഓഫ് ദ ഫിസിക്കൽ വേൾഡ് ഓർ യൂണിവേഴ്സ് chosen for our investigation and it is separated from the rest of the universe by real or imaginary boundary. ഇപ്പോൾ യൂണിവേഴ്സും ഈ സിസ്റ്റവും തമ്മിൽ, അല്ലെങ്കിൽ യൂണിവേഴ്സും സറൗണ്ടിങ്സും തമ്മിൽ ശരിക്കുള്ള റിയൽ ആയിട്ടുള്ള ബൗണ്ടറീസ് ചിലപ്പോൾ ഉണ്ടാവാം, ചിലപ്പോൾ ഇമാജിനറി ബൗണ്ടറീസ് ആയിരിക്കാം ഉണ്ടാവുന്നത്. അപ്പോൾ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ ഒരു കണ്ടെയ്നർ, ആ കണ്ടെയ്നറിൻ്റെ ഉള്ളിലൊരു ഗ്യാസ് എൻക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കും. അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതെങ്കിൽ അതാണ് നമ്മുടെ സിസ്റ്റം. ഓക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗാൽവാനിക് സെല്ല് അല്ലെങ്കിൽ ബയോളജിക്കൽ സെല്ല് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിയാക്ഷൻ വെസൽ അല്ലെങ്കിൽ ഹീറ്റ് എൻജിൻ അല്ലെങ്കിൽ ഇറ്റ് മേ കണ്ടെയ്ൻ മാറ്റർ, റേഡിയേഷൻ ഓർ ബോത്ത്, അങ്ങനത്തെ ഏതെങ്കിലും സിസ്റ്റം. അപ്പോൾ എന്താണോ നമ്മുടെ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി നമ്മൾ ചൂസ് ചെയ്യുന്നത് അതിനെയാണ് എപ്പോഴും സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ സറൗണ്ടിങ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും?
ദ പോർഷൻ ഓഫ് ദ യൂണിവേഴ്സ് എക്സ്ക്ലൂഡഡ് ഫ്രം ദ സിസ്റ്റം. അതായത് യൂണിവേഴ്സിലെ സിസ്റ്റം മാറ്റി വെച്ചാൽ ബാക്കിയുള്ള പോർഷൻസ് ആണ് എന്ത്? സറൗണ്ടിങ്സ്. യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ മൊത്തമുള്ളതാണ് അല്ലേ. അപ്പോൾ അതിലെ സിസ്റ്റം നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഭാഗം, അത് മാറ്റി നിർത്തിയാൽ ബാക്കി യൂണിവേഴ്സിലുള്ള ഭാഗത്തിനെയാണ് എന്ത് പറയുന്നത്? സറൗണ്ടിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ യൂണിവേഴ്സിൽ നിന്ന് സിസ്റ്റം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സറൗണ്ടിങ്സ് കിട്ടും. ഇപ്പം നമ്മളൊരു കണ്ടെയ്നറാണ് നമ്മൾ സ്റ്റഡിക്ക് എടുക്കുന്നത്, ആ കണ്ടെയ്നറിൽ എൻക്ലോസ് ചെയ്ത ഗ്യാസ് ആണ് നമ്മൾ സ്റ്റഡിക്ക് എടുക്കുന്നതെങ്കിൽ അതിന് പുറമേ ഉള്ള മീൻസ് ആ കണ്ടെയ്നറും അതിലുള്ള കണ്ടൻറ്റും ഒഴികെ ബാക്കിയുള്ള സറൗണ്ടിങ്സിലുള്ള എല്ലാ സാധനത്തിനെയും നമ്മൾ എന്ത് പറയുന്നു? യൂണിവേഴ്സിലുള്ള ബാക്കി എല്ലാ സാധനത്തിനെയും നമ്മൾ എന്ത് പറയുന്നു? സറൗണ്ടിങ്സ് എന്ന് പറയുന്നു. അപ്പോൾ സിസ്റ്റത്തിനും സറൗണ്ടിങ്സിനെയും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാം? യൂണിവേഴ്സ്. അതായത് സിസ്റ്റം സറൗണ്ടിങ്സും മൊത്തം സം ചെയ്താൽ കിട്ടുന്നതാണ് യൂണിവേഴ്സ്. ഇനി യൂണിവേഴ്സിൽ നിന്ന് സിസ്റ്റത്തിനെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ളതാണ് എന്ത്? സറൗണ്ടിങ്സ്. ഓക്കെ. ദെൻ ഇപ്പോൾ സിസ്റ്റം എന്ന് പറയുന്നത് പലതരത്തിലുള്ള സിസ്റ്റംസ് ഉണ്ട്. അതായത് ഹോമോജീനിയസ് സിസ്റ്റങ്ങളുണ്ട്, ഹെറ്ററോജീനിയസ് സിസ്റ്റംസും ഉണ്ട്. ഹോമോജീനിയസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആ വാക്കിൽ നിന്ന് നമുക്കറിയാം എന്താണ്? അതിൽ ആകെ ഒരു ഫേസ് മാത്രമേ കണ്ടെയ്ൻ ചെയ്തിരിക്കുകയുള്ളൂ. സോ എ സിസ്റ്റം ഈസ് സെഡ് ടു ബി ഹോമോജീനിയസ് ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി വൺ ഫേസ്. അതായത് ആ സിസ്റ്റത്തിലെ മൊത്തം യൂണിഫോം ത്രൂ ഔട്ട് ആയിരിക്കും ആ ഫേസ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ വാട്ടറും എത്തനോളും കൂടി മിക്സ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ വാട്ടറും എത്തനോളും രണ്ട് സാധനങ്ങളാണല്ലേ. പക്ഷെ അത് രണ്ടും തമ്മിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും അത് സെപ്പറേറ്റ് രണ്ട് ലെയറായിട്ട് കാണൂ? ഇല്ല. ഒരു ലെയറുള്ള ഒരു ലിക്വിഡ് ഫേസ് ആയിട്ടേ നമുക്കതിനെ കാണാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ. അപ്പോൾ അല്ലെങ്കിൽ ഒരു 2-3 ഗ്യാസുകൾ പലതും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കൊരു സിംഗിൾ ഫേസ് ആയിട്ടേ കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ഹോമോജീനിയസ് സിസ്റ്റത്തിന് എക്സാമ്പിളാണ്. അതായത് ഒരു ഫേസ് മാത്രം നമുക്ക് വിസിബിൾ ആവാം. അതിനെയാണ് ഹോമോജീനിയസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഹെറ്ററോജീനിയസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇഫ് എ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് 2 or more ഫേസസ്, 2 അതിലധികമോ ഫേസുകൾ ഉണ്ടെങ്കിൽ അതിനെയാണ് ഹെറ്ററോജീനിയസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഹെറ്ററോജീനിയസ് സിസ്റ്റം ഒരിക്കലും യൂണിഫോം ആയിരിക്കില്ല ത്രൂ ഔട്ട്. ഇറ്റ് വിൽ നോട്ട് ബി യൂണിഫോം ത്രൂ ഔട്ട്. ഇപ്പോൾ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ 2 ഇമ്മിസിബിൾ ലിക്വിഡ് ലെയേഴ്സ് എടുക്കുക. അതായത് 2 ലിക്വിഡ്സ് ആണ്, അത് ഇമ്മിസിബിൾ ആണ്, അതായത് പരസ്പരം അത് ഡിസോൾവ് ചെയ്യുന്നതല്ല, ഓക്കെ, മിസിബിൾ ആവണതല്ല. അത്തരത്തിലുള്ളത് എടുക്കുകയാണെങ്കിൽ അവിടെ 2 ഫേസുകൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് വാട്ടറും ക്ലോറോബെൻസീനും, അത് 2 ഫേസുകൾ 2 ലിക്വിഡ്സ് ആയിട്ട് തന്നെയാണ് നമ്മളതിനെ മിക്സ് ചെയ്താലും നിൽക്കുക. അല്ലാതെ വാട്ടറും എത്തനോളും എടുക്കണ പോലെ ഒരു സിംഗിൾ ഫേസ് ആയിട്ട് യൂണിഫോം ആയിട്ട് അത് നിൽക്കില്ല. രണ്ടും 2 ലെയേഴ്സ് ആയിട്ടാണ് വാട്ടറും ക്ലോറോബെൻസീനും കൂടി എടുത്തു കഴിഞ്ഞാൽ നിൽക്കുക. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 2 or more ഫേസസ് അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരു ഹെറ്ററോജീനിയസ് സിസ്റ്റം എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഹെറ്ററോജീനിയസ് സിസ്റ്റം ഒരിക്കലും എന്തായിരിക്കില്ല? യൂണിഫോം ത്രൂ ഔട്ട് ആയിരിക്കില്ല. അപ്പോൾ അതുപോലെ വേറൊരു എക്സാമ്പിൾ, കാൽഷ്യം കാർബണേറ്റിൻ്റെ ഡീകമ്പോസിഷൻ. കാൽഷ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ആയിട്ടാണ് മാറുക. അപ്പോൾ കാൽഷ്യം കാർബണേറ്റ് സോളിഡ് ഫേസ് ആണ്, പക്ഷെ അത് ഡീകമ്പോസ് ചെയ്യുന്നതോ കാൽഷ്യം ഓക്സൈഡ് സോളിഡ് ഫേസും പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാഷ്യസ് ഫേസും ആണ്. അപ്പോൾ അവിടെ 2 സോളിഡ് ഫേസുകളും ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, ഒരു ഗ്യാഷ്യസ് ഫേസും ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എന്തിന് എക്സാമ്പിളാണ്? ഹെറ്ററോജീനിയസ് സിസ്റ്റത്തിന് എക്സാമ്പിളാണ്. ബിക്കോസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 ഫേസസ്. മൊത്തത്തിൽ 3 ഫേസ് ഉണ്ട്. എന്തൊക്കെയുണ്ട്? 2 സോളിഡ് ഫേസ് ഉണ്ട്, കാൽഷ്യം കാർബണേറ്റും കാൽഷ്യം ഓക്സൈഡും. അതുപോലെ ഒരു ഗ്യാഷ്യസ് ഫേസും ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ അവിടെ മൊത്തത്തിൽ 3 ഫേസുകൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതാണ് ഹോമോജീനിയസ് സിസ്റ്റവും ഹെറ്ററോജീനിയസ് സിസ്റ്റവും. ഇനി വേറെ തരത്തിലും നമ്മൾ സിസ്റ്റത്തിനെ പല ടൈപ്സ് ആക്കി മാറ്റുന്നുണ്ട്. അതിലുള്ളതാണ് ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം ആൻഡ് ഐസൊലേറ്റഡ് സിസ്റ്റം. അപ്പോൾ എന്താണ് ഈ ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ? നോക്കൂ, ഇവിടെ തന്നെ 3 ചിത്രങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ 3ൻ്റെയും എക്സാമ്പിൾസുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇത്തരത്തിൽ ഈ സിസ്റ്റത്തിനെ ഡിവൈഡ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ബൗണ്ടറി ദാറ്റ് ഡിവൈഡ്സ് ഇറ്റ് ഫ്രം ദ സറൗണ്ടിങ്സ്. അപ്പോൾ എന്ത്
ബൗണ്ടറി ഉപയോഗിച്ചിട്ടാണ് ഈ സിസ്റ്റങ്ങളെ സറൗണ്ടിങ്സിൽ നിന്ന് ഡിവൈഡ് ചെയ്യുന്നത് എന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ടാണ് നമുക്കിങ്ങനെ 3 ടൈപ്പായിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ബൗണ്ടറി എന്ന് പറയുന്നത് പെർമിയബിൾ ആണോ ഇംപെർമിയബിൾ ആണോ ടു മാറ്റർ ഓർ എനർജി, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇത്തരത്തിൽ ഓപ്പൺ സിസ്റ്റം ഉണ്ട്, ക്ലോസ് സിസ്റ്റം ഉണ്ട്, ഐസൊലേറ്റഡ് സിസ്റ്റം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് 3 ആക്കിയിട്ട് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ? എ സിസ്റ്റം വിച്ച് ക്യാൻ എക്സ്ചേഞ്ച് ബോത്ത് മാറ്റർ ആൻഡ് എനർജി വിത്ത് ദ സറൗണ്ടിങ്സ് ത്രൂ ദ ബൗണ്ടറി. ഇപ്പോൾ ഒരു സിസ്റ്റത്തിനെ മാറ്ററിനെയും എനർജീനെയും എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും വിത്ത് ദ സറൗണ്ടിങ്സ്. അതാണ് എന്തിന് എക്സാമ്പിൾ? ഓപ്പൺ സിസ്റ്റത്തിന് എക്സാമ്പിൾ. സോ ഈ സിസ്റ്റം വിച്ച് ക്യാൻ എക്സ്ചേഞ്ച് ബോത്ത് മാറ്റർ ആൻഡ് എനർജി വിത്ത് ദ സറൗണ്ടിങ്സ് ഈസ് കോൾഡ് ആൻ ഓപ്പൺ സിസ്റ്റം. ഇപ്പോൾ ഓപ്പൺ സിസ്റ്റത്തിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ബോയിലിംഗ് വാട്ടറാണ്. അതായത് വെള്ളം ചൂടാക്കുക ഒരു പാനിൽ വെച്ചിട്ട്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ എനർജിയുടെ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. മാത്രമല്ല അവിടുത്തെ മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ വെള്ളം എന്നുള്ള സാധനവും അവിടെ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. അപ്പോൾ മാറ്ററും എനർജിയും എക്സ്ചേഞ്ച് ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് എന്ത് പറയുന്നത്? ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്ലോസ്ഡ് സിസ്റ്റം. ക്ലോസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവിടെ മാറ്ററിൻ്റെ എക്സ്ചേഞ്ച് നടക്കുന്നില്ല, പക്ഷേ ഹീറ്റിൻ്റെ എക്സ്ചേഞ്ച് മാത്രമാണ് നടക്കുന്നത്. അതായത് ഈ സിസ്റ്റം വിച്ച് ക്യാൻ എക്സ്ചേഞ്ച് എനർജി, എനർജി. മാറ്ററിൻ്റെ എക്സ്ചേഞ്ച് നടക്കുന്നില്ല, എനർജിയുടെ എക്സ്ചേഞ്ച് മീൻസ് എനർജി, ഹീറ്റ് എന്ന് പറഞ്ഞൊരു ഫോം ഓഫ് എനർജി ആണല്ലോ. സോ ഈ സിസ്റ്റം വിച്ച് ക്യാൻ എക്സ്ചേഞ്ച് എനർജി ബട്ട് നോട്ട് മാറ്റർ വിത്ത് ദ സറൗണ്ടിങ്സ് ത്രൂ ദ ബൗണ്ടറി ഈസ് കോൾഡ് എ ക്ലോസ്ഡ് സിസ്റ്റം. ഇപ്പോൾ ക്ലോസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? എ സിസ്റ്റം വിച്ച് ക്യാൻ എക്സ്ചേഞ്ച് എനർജി ബട്ട് നോട്ട് മാറ്റർ വിത്ത് ദ സറൗണ്ടിങ്സ് ത്രൂ ദ ബൗണ്ടറി ഈസ് കോൾഡ് എ ക്ലോസ്ഡ് സിസ്റ്റം. അപ്പോൾ അതിന് എക്സാമ്പിളാണ് ഹോട്ട് ടീ. അതൊരു വെസലിലെ എൻക്ലോസ് ചെയ്തിരിക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു കണ്ടക്റ്റിംഗ് ബോൾസ് ഒക്കെ ആണെങ്കിൽ സിൻസ് ദ വെസൽ ഈസ് ക്ലോസ് മാറ്റർ കനോട്ട് ബി എക്സ്ചേഞ്ച്, അല്ലേ? വെസൽ ക്ലോസ് ചെയ്തത് അവിടെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് മാറ്ററിനെ പുറത്തേക്ക് കളയാനോ എടുക്കാനോ ഒന്നും പറ്റില്ല. പക്ഷെ എന്ത് സംഭവിക്കാം? സിൻസ് ദ വാൾസ് ആർ കണ്ടക്റ്റിംഗ്, ഈ പോട്ടിൻ്റെ വാൾസ് കണ്ടക്റ്റിംഗ് ആണ്. അതുകൊണ്ട് എനർജി എന്ത് ചെയ്യാം? എക്സ്ചേഞ്ച് ചെയ്യാം വിത്ത് ദ സറൗണ്ടിങ്സ്. അപ്പം അത്തരത്തിലുള്ള സിസ്റ്റത്തിനെയാണ് ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കാറ്റഗറിയാണ് ഐസൊലേറ്റഡ് സിസ്റ്റം. ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നോക്കൂ, ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം മാറ്ററും എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല, എനർജിയും എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. ഉദാഹരണത്തിന് നമ്മുടെ ഫ്ലാസ്ക്. അപ്പോൾ ഫ്ലാസ്കിൻ്റെ ഉള്ളിലെ സാധാരണ നമ്മൾ ഇതിനെ ഫ്ലാസ്കിലാക്കണത് അവിടെ വല്ല മാറ്റർ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. കാപ്പിയുടെ എമൗണ്ട് ഇപ്പോൾ കാപ്പി ഫ്ലാസ്കിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? അവിടെ ആ കാപ്പി അതിൻ്റെ എമൗണ്ടിൽ വ്യത്യാസമൊന്നും ഇല്ലാതെ അതിൽ നമ്മൾ ഒഴിച്ചു വെച്ച ചൂട് എത്രയാണോ അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ആ ഫ്ലാസ്കിൽ ഇരിക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് ഐസൊലേറ്റഡ് സിസ്റ്റം എന്നുള്ളതുകൊണ്ടും ഉദ്ദേശിക്കുന്നത്. അതായത് മാറ്ററും എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല, എനർജിയും എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. അതാണ് അതിൻ്റെ ഡെഫിനേഷൻ. എ സിസ്റ്റം വിച്ച് ക്യാൻ എക്സ്ചേഞ്ച് നൈദർ മാറ്റർ നോർ എനർജി വിത്ത് ഇറ്റ്സ് സറൗണ്ടിങ്സ് ഈസ് കോൾഡ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം. ഓക്കെ, പക്ഷേ ഇത് 100% അച്ചീവബിൾ ആണോ? നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ ഫ്ലാസ്കിലെ ചൂട് ചായ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാലും അതേ ചൂട് തന്നെ അതിൽ നിലനിൽക്കുമോ? ഇല്ല. എത്രയൊക്കെ ഒരു 100% നമുക്ക് നമ്മൾ ഒഴിച്ച് വെച്ച അതേ ചൂടോട് കൂടി തന്നെ നമുക്കതിനെ റീറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പം അതുകൊണ്ട് 100% ഐസൊലേറ്റഡ് സിസ്റ്റമായിട്ട് ഇല്ല. There is no such perfectly isolated system other than our universe itself. നമ്മുടെ യൂണിവേഴ്സിന് അല്ലാതെ വേറെ ഒരു സാധനം എന്തില്ല? 100% ഐസൊലേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. നമ്മുടെ ഹോട്ട് ടീ എൻക്ലോസ്ഡ് ഇൻ ഇൻസുലേറ്റഡ് വെസൽ ഫ്ലാസ്കിൽ വെച്ച് കഴിഞ്ഞാലൊന്നും അത് 100% അതേ ചൂടോട് കൂടി തന്നെ നിർത്താനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഡെഫിനേഷൻ വൈസ് നമുക്ക് അങ്ങനെ പറയാം. എക്സാമ്പിൾ വൈസ് ഇതുപോലെ ഹോട്ട് ടീ എൻക്ലോസ്ഡ് ഇൻ ആൻ ഇൻസുലേറ്റിംഗ് കണ്ടക്ടർ ഇൻസുലേറ്റഡ് വെസൽ എന്നൊക്കെ നമുക്ക് തെർമോ ഫ്ലാസ്ക് എന്നൊക്കെ നമുക്ക് പറയാം, പക്ഷേ അത് 100% അച്ചീവബിൾ അല്ല. അപ്പോൾ ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് സിസ്റ്റം വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ബൗണ്ടറി ദാറ്റ് ഡിവൈഡ്സ് ഇറ്റ് ഫ്രം ദ സറൗണ്ടിങ്സ്. ഇനി നെക്സ്റ്റ് മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസിൻ്റെ ഒരു അനാലിസിസ് ആണ് ഇവിടെ വരുന്നത്. അതാണ് എന്താണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി, എന്താണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. ഓക്കെ, അതായത് തെർമോഡൈനാമിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്?
അതായത് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് വിച്ച് ആർ എക്സ്പെരിമെൻ്റലി മെഷറബിൾ ആൻഡ് വിച്ച് എനബിൾ അസ് ടു ഡിഫൈൻ എ സിസ്റ്റം. ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്പെരിമെൻ്റലി മെഷർ ചെയ്യാൻ പറ്റുന്നതും അതുപോലെ ഒരു സിസ്റ്റത്തിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് നമ്മളതിനെ സഹായിക്കുന്നതുമായ ആ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സാധാരണ തെർമോഡൈനാമിക് പ്രോപ്പർട്ടി അസോസിയേറ്റഡ് വിത്ത് ദ കളക്റ്റീവ് ബിഹേവിയർ ഓഫ് എ ലാർജ് നമ്പർ ഓഫ് ആറ്റംസ്. അതായത് ആറ്റംസിൻ്റെയും മോളിക്യൂൾസും അയോൺസും അതൊക്കെ കളക്റ്റീവ് ലാർജ് നമ്പർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. അതിനെ വെച്ച് ഡീൽ ചെയ്യുന്ന തെർമോഡൈനാമിക് പ്രോപ്പർട്ടീനെ നമ്മൾ പൊതുവായിട്ട് എന്ത് പറയുന്നുണ്ട്? മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടി എന്നും കൂടി നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് ആണ് എന്ത്? ഈ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയും എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയും. അതായത് thermodynamic properties that are associated with the collective behavior of large number of atoms or molecules or ions. അതിനെയാണ് മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് രണ്ടെണ്ണമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്താണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി, എന്താണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി? ഇതൊക്കെ ഡെഫിനിഷനായിട്ടും ചോദിക്കാറുള്ളതാണ്. അതുപോലെ ഓപ്പൺ സിസ്റ്റം, ക്ലോസ് സിസ്റ്റം, അതൊക്കെ ഡെഫിനിഷൻ വിത്ത് എക്സാമ്പിൾ ആയിട്ടും ചോദിക്കാറുള്ളതാണ്. പിന്നെ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിക്കും എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിക്കും കുറച്ച് എക്സാമ്പിൾസ് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറയുന്നുണ്ട്. ആ എക്സാമ്പിൾസൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്, മാസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ഡാഷ് പ്രോപ്പർട്ടി എന്ന് ചോദിച്ചാൽ ഇൻറ്റൻസീവ് ആണോ എക്സ്റ്റെൻസീവ് ആണോ എന്ന് നിങ്ങൾക്ക് ആ ഫില്ലപ്പിൽ എഴുതാനായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതുകൊണ്ട് 1 2 എണ്ണം പഠിക്കാതെ ഈ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയും അതുപോലെ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയും അതിൽ വരുന്ന എല്ലാ എക്സാമ്പിൾസും പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി? നിങ്ങൾ പണ്ട് പഠിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ്. പ്രോപ്പർട്ടീസ് വിച്ച് ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇൻറ്റൻസീവ്, എന്ന് പറയുമ്പോൾ ഇൻഡിപെൻഡൻ്റ് എന്ന് ആലോചിക്കുക. പ്രോപ്പർട്ടീസ് വിച്ച് ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ക്വാണ്ടിറ്റി ഓർ സൈസ് ഓഫ് മാറ്റർ പ്രസൻറ്റ് ഇൻ ദ സിസ്റ്റം. അപ്പോൾ പ്രോപ്പർട്ടീസ് വിച്ച് ആർ ഇൻഡിപെൻഡൻറ്റ്, ക്വാണ്ടിറ്റീനെയോ സൈസിനെയോ മാറ്ററിൻ്റെ ക്വാണ്ടിറ്റീനെയോ സൈസിനെയോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാതെ ഇൻഡിപെൻഡൻ്റ് ആയി നിൽക്കുന്ന ക്വാണ്ടിറ്റീസിനെയാണ്, ഒരു സിസ്റ്റത്തിൽ നിൽക്കുന്ന ക്വാണ്ടിറ്റീസിനെയാണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. So properties which are independent of the quantity or size of matter present in the system are called intensive properties. അതിന് എക്സാമ്പിൾ വരുന്നത് ടെമ്പറേച്ചർ, പ്രഷർ, അതുപോലെ വിസ്കോസിറ്റി, ഡെൻസിറ്റി, സർഫസ് ടെൻഷൻ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഇതൊക്കെ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് ആണ്. അതുപോലെ അത് എമൗണ്ട്, അതായത് ഇപ്പോൾ ഒരു വാട്ടർ ടാങ്ക് അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിൽ നമ്മൾ വെള്ളം എടുത്തു, ഒരു ടാങ്ക് വെള്ളം എടുത്തു. ഈ ഇപ്പോൾ ഗ്ലാസ്സിലെടുത്ത വെള്ളവും ടാങ്കിലെടുത്ത വെള്ളവും നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടിൻ്റെയും ഡെൻസിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ? ഇല്ല, അല്ലേ? അപ്പോൾ എത്ര എമൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, അല്ലെങ്കിൽ എത്ര സൈസ് ഓഫ് ദ മാറ്റർ പ്രസൻ്റ് ആയിട്ടുണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണോ ഈ പ്രോപ്പർട്ടി നിലനിൽക്കുന്നത്? അല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഡെൻസിറ്റീനൊക്കെ എന്തായിട്ട് പറയുന്നത്? ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി, ദാറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ക്വാണ്ടിറ്റി ഓർ സൈസ് ഓഫ് മാറ്റർ പ്രസൻറ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി? അതായത് പ്രോപ്പർട്ടീസ് വിച്ച് ആർ ഡിപ്പെൻഡൻറ്റ് അപ്പോൺ ദ ക്വാണ്ടിറ്റി ഓർ സൈസ് ഓഫ് മാറ്റർ പ്രസൻറ്റ് ഇൻ ദ സിസ്റ്റം. ക്വാണ്ടിറ്റി അല്ലെങ്കിൽ സൈസ് ഓഫ് മാറ്റർ, സിസ്റ്റത്തിലുള്ള മാറ്ററിൻ്റെ ക്വാണ്ടിറ്റീനെയോ സൈസിനെയോ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെയാണ് എന്ത് പറയുന്നത്? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. പ്രോപ്പർട്ടീസ് വിച്ച് ഡിപ്പെൻഡ് അപ്പോൺ ദ ക്വാണ്ടിറ്റി ഓർ സൈസ് ഓഫ് മാറ്റർ പ്രസൻറ്റ് ഇൻ ദ സിസ്റ്റം, അതിനെയാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസിന് എക്സാമ്പിളായിട്ട് വരുന്നത് മാസ്, വോളിയം, സർഫസ് ഏരിയ, എനർജി, എൻതാൽപ്പി, എൻട്രോപ്പി, ഫ്രീ എനർജി, ഹീറ്റ് കപ്പാസിറ്റി ഒക്കെയാണ്. ഈ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസിന് ഒരു പ്രത്യേകതയുണ്ട്, അത് അഡിറ്റീവാണ്. അഡിറ്റീവ് പ്രോപ്പർട്ടി എന്താണെന്നൊക്കെ നിങ്ങൾക്ക് മാത്സിൽ നിങ്ങൾ ധാരാളമായിട്ട് പഠിച്ചുള്ള കാര്യങ്ങളാണ്, അല്ലേ? പക്ഷേ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയോ അഡിറ്റീവ് അല്ല. അപ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് ആർ നോട്ട് അഡിറ്റീവ്, വേറാസ് ദ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് ആർ അഡിറ്റീവ്. അതുപോലെ രണ്ട് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടികളുടെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി കിട്ടുന്നു. ഇപ്പോൾ രണ്ട് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടികൾ എടുക്കുകയാണ്. അതായത് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിക്ക് ഇപ്പോൾ മാസ്, വോളിയം, അല്ലേ? അപ്പോൾ മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഡെൻസിറ്റിയാണ്. അപ്പോൾ മാസും വോളിയം എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. അതിൻ്റെ റേഷ്യോ, അതായത് മാസ് ബൈ വോളിയം എടുത്തപ്പോൾ നമുക്ക് ഡെൻസിറ്റിയാണ് കിട്ടിയത്. ആ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ദ റേഷ്യോ ഓഫ് ടു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്, രണ്ട് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസിൻ്റെ റേഷ്യോകൾ എടുക്കാൻ പറ്റിയാൽ നമുക്ക് ഒരു ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ആയിരിക്കും റിസൾട്ടായിട്ട് കിട്ടുക. ഇപ്പോൾ ഉദാഹരണത്തിന് മാസും വോളിയം, അത് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസാണ്. പക്ഷേ അതിൻ്റെ ആ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഡെൻസിറ്റിയാണ്. ഈ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഒരു ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ആണ്. ഓക്കെ,
ഇനി നെക്സ്റ്റ് വരുന്നത് സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ് സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം എന്ന് പറഞ്ഞാൽ? സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം ചിലപ്പോൾ അത് ജസ്റ്റ് ഒരു ഡെഫിനേഷനായിട്ട് എങ്ങാനും ചോദിച്ചാൽ നിങ്ങൾ സാധാരണ ചോദിച്ചൊന്നും കണ്ടിട്ടില്ല, എന്നാലും ജസ്റ്റ് ആ ഡെഫിനേഷൻ ഒന്ന് നിങ്ങൾ നോക്കി വെക്കണം. സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം റെഫേഴ്സ് ടു ദ സെറ്റ് ഓഫ് തെർമോഡൈനാമിക് വേരിയബിൾസ്, അതായത് മൈക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ്, അതായത് പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, കോമ്പോസിഷൻ, ഡെൻസിറ്റി, ഓക്കെ, ഹൂസ് വാല്യൂസ് ഡിസ്ക്രൈബ് ദ സിസ്റ്റം. ഇപ്പോൾ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ തെർമോഡൈനാമിക് വാരിയബിൾസ് ആണോ അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് ആണോ ആ സിസ്റ്റത്തിൻ്റെ വാല്യൂസിനെ ഈ വാല്യൂസൊക്കെ കൂടിയിട്ടാണ് ആ സിസ്റ്റത്തിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു സിസ്റ്റത്തിന് ശരിക്കും പറഞ്ഞാൽ ഡെഫിനിറ്റ് സ്റ്റേറ്റ് ഉണ്ടായിരിക്കും. ഇപ്പോൾ മൈക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസിന് ഡെഫിനിറ്റ് വാല്യൂസ് ഉണ്ടെങ്കിൽ ആ സിസ്റ്റത്തിന് എന്തുണ്ടായിരിക്കും? ഡെഫിനിറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റും ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഒരു മൈക്രോസ്കോപ്പിക് പ്രോപ്പർട്ടിക്ക് എന്തെങ്കിലും ചേഞ്ച് വന്നതാണെങ്കിൽ ഇറ്റ് ഈസ് സെഡ് ടു അണ്ടർഗോ എ ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓൾസോ. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം ഇറ്റ് ആക്ച്വലി റെഫേഴ്സ് ടു എ സെറ്റ് ഓഫ് തെർമോഡൈനാമിക് വേരിയബിൾസ് ദാറ്റ് ഈസ് മൈക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് like pressure, volume, temperature, composition, density, etc., whose values describe the system. ഇനി എന്താണ് സ്റ്റേറ്റ് ഫംഗ്ഷനും പാത്ത് ഫംഗ്ഷനും എന്ന് പറഞ്ഞാൽ? എന്താണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ, എന്താണ് പാത്ത് ഫംഗ്ഷൻ? അത് ചോദിക്കാറുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. സ്റ്റേറ്റ് ഫംഗ്ഷൻ അല്ലെങ്കിൽ അതിനെ സ്റ്റേറ്റ് വേരിയബിൾ എന്ന് നമുക്ക് പറയാം. സ്റ്റേറ്റ് വേരിയബിൾ ഓർ സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈസ് എ പ്രോപ്പർട്ടി ഓഫ് എ സിസ്റ്റം whose value depends upon the state of the system only and does not depend upon the path by which the state has been attained. അതായത് ഒരു ഇതെടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു റിയാക്ഷൻ എടുക്കുകയാണെങ്കിൽ അതിന് ഇനീഷ്യൽ സ്റ്റേറ്റ് ഉണ്ടായിരിക്കും, ഫൈനൽ സ്റ്റേറ്റ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മറ്റൊരു പോയിന്റിലേക്ക് എത്തി, അതിന് വേറൊരു പോയിന്റിലേക്ക് എത്തി, പിന്നീടായിരിക്കും അത് ബാക്ക് പോയിന്റിലേക്ക് സ്റ്റാർട്ട് ചെയ്ത പോയിന്റിലേക്ക് തന്നെ എത്തുന്നത്. എന്ന് വെച്ചാൽ കുറേ സ്റ്റേറ്റ്സിൽ കൂടെ അത് കടന്നു പോകുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ആ സ്റ്റേറ്റുകളെ മാത്രമാണ് സിസ്റ്റം ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അല്ലാതെ അത് പോയി കഴിഞ്ഞാൽ ആ പാത്തിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അത് സിസ്റ്റത്തിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്, ഹൂസ് വാല്യൂസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം ഓൺലി. ആ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റുകളെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ആൻഡ് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ പാത്ത് by which the state has been attained. ആ സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച പാത്തുകളെ അതൊരിക്കലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത്തരത്തിലുള്ള ഫങ്ഷൻസിനെ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ സ്റ്റേറ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, മാസ്, ഇൻറ്റേർണൽ എനർജി, എൻതാൽപ്പി, എൻട്രോപ്പി, അതൊക്കെ ആ സ്റ്റേറ്റുകളെ മാത്രമാണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അല്ലാതെ ഏതൊക്കെ പാത്തിൽ കൂടെ പോയി എന്നുള്ളത് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതിനെയാണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി പാത്ത് ഫംഗ്ഷൻ അല്ലെങ്കിൽ പാത്ത് വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതായത് ഒരു സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടി ഡിപ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുക. എന്തിനെ? പാത്തിനെ. ഫോളോഡ് ഇൻ അറ്റൻഡിങ് ഇറ്റ്സ് സ്റ്റേറ്റ്. ആ സ്റ്റേറ്റുകളിലേക്ക് എത്താനുള്ള പാത്തിനെ കൂടി അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? പാത്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പാത്ത് ഫംഗ്ഷൻ അല്ലെങ്കിൽ പാത്ത് വേരിയബിൾ. ഇപ്പോൾ ഹീറ്റ്, വർക്ക്, അതൊക്കെയാണ് പാത്ത് ഫംഗ്ഷൻസ്. അതൊക്കെ അത് പോയ ആ പാത്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അല്ലാണ്ട് സ്റ്റേറ്റിനെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സ്റ്റേറ്റ് ഫംഗ്ഷനും അതുപോലെ പാത്ത് ഫംഗ്ഷനും. സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ whose values depends upon the state of the system only and does not depends upon the path. Okay, ഇനി path function എന്ന് പറഞ്ഞാലോ the property of a system which depends upon the path followed in attaining its state. അതാണ് path function. സ്റ്റേറ്റ് ഫംഗ്ഷൻ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, മാസ്, ഇൻറ്റേർണൽ എനർജി, എൻതാൽപ്പി, എൻട്രോപ്പി ഒക്കെയാണ്. ഇനി പാത്ത് ഫംഗ്ഷന് എക്സാമ്പിളായിട്ട് വരുന്നത് ഹീറ്റ്, വർക്ക് ഒക്കെയാണ്. ഇനി എന്താണ് ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ? എ പ്രോസസ്, അതായത് whenever the state of a system changes, it is said to have undergone a process. ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റിൽ എന്തെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നമുക്കെന്ത് പറയാം? ആ സിസ്റ്റം ഒരു പ്രോസസ്സിൽ കൂടെ കടന്നുപോയി എന്ന് പറയാനായിട്ട് സാധിക്കും. അതായത് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്ത് വരുമ്പോൾ ഇസ് ഡിഫൈൻഡ് ആസ് ദ ഓപ്പറേഷൻ ബൈ വിച്ച് എ സിസ്റ്റം ചേഞ്ചസ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ. ഇപ്പോൾ നമ്മൾ പ്രഷർ എന്ന് പറയുന്നത് നമ്മൾക്ക് അറിയാം, ഇനീഷ്യൽ പ്രഷർ P1 ആയിരുന്നു, ഫൈനൽ പ്രഷർ P2 ആണ്.
അപ്പോൾ ചേഞ്ച് ഇൻ പ്രഷർ, പ്രഷർ അല്ല വോളിയം നോക്കാം. ഓക്കെ, പ്രഷറിനേക്കാൾ കൂടുതൽ വോളിയത്തിലാണ് സാധാരണ ചേഞ്ചുകൾ വരാറ്. പ്രഷറിലും വരാറുണ്ട്, വോളിയത്തിലും വരാറുണ്ട്, ടെമ്പറേച്ചറിലും വരാറുണ്ട്, അതുപോലെ ഇൻറ്റേർണൽ എനർജിയിലൊക്കെ വരാറുണ്ട്. എന്നാൽ കൂടുതൽ ചേഞ്ചുകൾ എപ്പോഴാണ് നമുക്ക് പ്രകടമാവുന്നത്? വോളിയത്തിലൊക്കെയാണ് വരാറുള്ളത്. അപ്പോൾ വോളിയം V1 എന്ന് പറയുന്ന വോളിയം അത് V2 എന്ന് പറയുന്ന ഒരു വോളിയത്തിലേക്ക് എത്തി. അപ്പോൾ ഒരു സിസ്റ്റം തന്നെ ഒരു വോളിയത്തിൽ നിന്ന് വേറൊരു വോളിയമായി മാറുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒരു സിസ്റ്റം ഒരു സ്റ്റേറ്റിൽ നിന്നും വേറൊരു സ്റ്റേറ്റിലേക്ക്, ചേഞ്ചസ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ. അപ്പോൾ അതിനെയാണ് ഒരു പ്രോസസ്സ് അവിടെ നടന്നു എന്നതാണ് പറയുന്നത്. അപ്പോൾ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ ചിലപ്പോൾ ഒന്നോ അതിലധികമോ സ്റ്റേറ്റ് വാരിയബിൾസിൽ കുറച്ച് ചേഞ്ച് ഉണ്ടാവാം, അല്ലെങ്കിൽ കൂടുതൽ ചേഞ്ച് ഉണ്ടാവാം. അതുപോലെ എനർജിയിലൊക്കെ ചേഞ്ച് ഉണ്ടാവാം. ഓക്കെ, ഇപ്പോൾ കുറവ് ചേഞ്ചാണ് വരുന്നുള്ളൂ, പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, ഇൻറ്റേർണൽ എനർജി, അതിലൊക്കെ ധാരാളം ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഡെൽറ്റ പി, ഡെൽറ്റ വി, ഡെൽറ്റ ടി എന്നൊക്കെ കാണിക്കും. ഇനിയിപ്പോൾ ഇൻഫിനിറ്റസിമലി സ്മോൾ ആയിട്ടുള്ള ചേഞ്ചാണ് വരുന്നതെങ്കിലോ ഡി പി, ഡി വി, ഡി ടി, ഡി യു എന്നുള്ളത് കാണിക്കും. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് അല്ലേ? അപ്പോൾ അതാണ് ഒരു പ്രോസസ്സ്. അതായത് പ്രോസസ്സ് എന്ന് പറഞ്ഞൊരു ഓപ്പറേഷനാണ് ബൈ വിച്ച് എ സിസ്റ്റം ചേഞ്ചസ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ. അപ്പോൾ ഫൈനൈറ്റ് ചേഞ്ചുകളാണ് നടക്കുന്നതെങ്കിൽ, പ്രകടമാകുന്ന വളരെ ഫൈനൈറ്റ് ചേഞ്ചുകളാണ് നടക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ ഡെൽറ്റ പി, ഡെൽറ്റ വി, ഡെൽറ്റ ടി, ഡെൽറ്റ യു എന്നുള്ളത് കാണിക്കും. അല്ല സ്മോൾ ചേഞ്ച്, ഇൻഫിനിറ്റസിമലി സ്മോൾ ചേഞ്ച് ആണെങ്കിൽ ഡി പി, ഡി വി, ഡി ടി, ഡി യു എന്നൊക്കെ കാണിക്കും. ഓക്കെ, ഇനി കുറച്ച് ബേസിക് ആയിട്ടുള്ള ഒരു 3-4 പ്രോസസ്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ ആണ് ഐസോതെർമൽ പ്രോസസ്സ്. അപ്പോൾ ഐസോതെർമൽ പ്രോസസ്സ് ഫ്രം ദ നെയിം ഇറ്റ് സെൽഫ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് മെൻ ബൈ ആൻ ഐസോതെർമൽ പ്രോസസ്സ്. എന്താണ്? ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? അതായത് ഡെൽറ്റ ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ എ പ്രോസസ് ഇൻ വിച്ച് ദ ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട്, അതിനെയാണ് ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട്, അതിനെയാണ് ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോസസ്സിൽ ഹീറ്റിന് എന്ത് ചെയ്യാം? സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്സിലേക്കും പോവാം, സറൗണ്ടിങ്സിൽ നിന്ന് സിസ്റ്റത്തിലേക്കും പോവാം. ഓക്കെ, അപ്പോൾ ഐസോതെർമൽ പ്രോസസ് മീൻസ് ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റന്റ്, ദാറ്റ് ഈസ് ഡെൽറ്റ ടി വിൽ ബി 0. ഇനി അഡയബാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് അഡയബാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സാണ് ഇൻ വിച്ച് നോ ഹീറ്റ് എൻറ്റേഴ്സ് ഓർ ലീവ്സ് ദ സിസ്റ്റം. ഒരു ഹീറ്റും സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യുന്നുമില്ല, പുറത്തേക്ക് പോകുന്നുമില്ല. അതിനെയാണ് അഡയബാറ്റിക് പ്രോസസ് എന്ന് പറയുന്നത്. സോ എന്താ അവിടെ ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം ഐദർ ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ ഒക്കെ ചെയ്യാനുള്ള സാധ്യത എങ്ങനെയാണ്? അക്കോർഡിംഗ് ടു നേച്ചർ ഓഫ് ദ പ്രോസസ്സ് വഴി മാത്രമായിരിക്കും. ഓക്കെ, ഇപ്പോൾ സാധാരണ അഡയബാറ്റിക് പ്രോസസ് എന്ന് പറയുമ്പോൾ ഇൻ സച്ച് എ പ്രോസസ് ദ സിസ്റ്റം ഈസ് തെർമലി ഇൻസുലേറ്റഡ് ഫ്രം ഇറ്റ്സ് സറൗണ്ടിങ്സ്. ആ സിസ്റ്റം തെർമലി ഇൻസുലേറ്റഡ് ആയിരിക്കും സറൗണ്ടിങ്സിൽ നിന്ന്. അപ്പോൾ നോ ഹീറ്റ് എൻറ്റേഴ്സ് ഓർ ലീവ്സ് ദ സിസ്റ്റം, അതാണ് അഡയബാറ്റിക് പ്രോസസ്. ഇനി ഐസോകോറിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐസോകോറിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ വോളിയം, സിസ്റ്റത്തിൻ്റെ വോളിയം ഈസ് കെപ്റ്റ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, സോ ഡെൽറ്റ വി വിൽ ബി ഈക്വൽ ടു 0, അതാണ് ഐസോകോറിക് പ്രോസസ്. So a process in which the volume of the system is kept constant, that is delta V is equal to 0, is called an isochoric process. Okay, then a reaction occurring in a sealed container of constant volume corresponds to such a process. ഒരു sealed containerലെ ഒരു constant വോളിയത്തിൽ നടക്കുന്ന ഒരു റിയാക്ഷൻ ഒരു ഐസോകോറിക് പ്രോസസ്സിന് എക്സാമ്പിൾ ആണെന്ന് പറയാം. So what is an isochoric process? The volume is kept constant and delta V will be equal to 0. സിസ്റ്റത്തിൻ്റെ വോളിയം കോൺസ്റ്റൻ്റ് ആയിരിക്കും, അതായത് ഡെൽറ്റ വി ചേഞ്ച് ഇൻ വോളിയം എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി ഐസോബാറിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഷർ ഓഫ് ദ സിസ്റ്റം ഈസ് കെപ്റ്റ് കോൺസ്റ്റൻറ്റ് അല്ലേ? അതായത് ഡെൽറ്റ പി എന്ന് പറയുന്നത് 0 ആയിരിക്കും, അതാണ് ഐസോബാറിക് പ്രോസസ്. പ്രഷർ ഓഫ് ദ സിസ്റ്റം ഈസ് കെപ്റ്റ് കോൺസ്റ്റൻറ്റ് ഓർ ഡെൽറ്റ പി വിൽ ബി ഈക്വൽ ടു 0, ഇറ്റ് ഈസ് കോൾഡ് ആൻ ഐസോബാറിക് പ്രോസസ്. ഇനി നെക്സ്റ്റ് വൺ സൈക്ലിക് പ്രോസസ്, അതായത് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാണ്. അതായത് ഒരു സിസ്റ്റം അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരികയാണ് ആഫ്റ്റർ എ സീരീസ് ഓഫ് ഡിഫറെൻറ്റ് പ്രോസസ്സസ്. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കുറേ പ്രോസസ്സുകളിൽ കൂടെ കടന്നുപോയി പിന്നീട് അത് അവസാനം ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് തന്നെ എത്തിച്ചേരുകയാണെങ്കിൽ ആ സിസ്റ്റം നടത്തിയ ഓവറോൾ പ്രോസസ്സിനെ നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? സൈക്ലിക് പ്രോസസ്സ് എന്ന് പറയാനായിട്ട് സാധിക്കും. So what is cyclic process? If a system returns to its initial state after a series of different processes, the overall process is referred to as a cyclic processes. Okay, അപ്പോൾ അതിൻ്റെ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസും അതിൻ്റെ ഒറിജിനൽ വാല്യൂസിലേക്ക് തന്നെ തിരിച്ചു വരും.
അത്തരത്തിലുള്ള സൈക്ലിക് പ്രോസസ്സുകളിലെ. ഇനി ഇതിൽ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് എൻഡോതെർമിക് ആൻഡ് എക്സോതെർമിക് പ്രോസസ്സ്. എന്താണ് എൻഡോതെർമിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ? എ പ്രോസസ് ഇൻ വിച്ച് ഹീറ്റ് എനർജി ഈസ് അബ്സോർബ്ഡ് ഓർ എനർജി ഈസ് അബ്സോർബ്ഡ് ആസ് ഹീറ്റ്. അല്ലെ, എനർജി ഹീറ്റായിട്ട് അബ്സോർബ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എൻഡോതെർമിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എൻഡോതെർമിക് പ്രോസസ്സിന് എക്സാമ്പിളാണ് മെൽറ്റിംഗ് ഓഫ് ഐസ്, അല്ലെങ്കിൽ വേപ്പറൈസേഷൻ ഓഫ് വാട്ടർ. ഓക്കെ, അല്ലെങ്കിൽ അതിലൊക്കെ എന്താ സംഭവിക്കുന്നത്? ഹീറ്റ് ഫ്ലോസ് ചെയ്യുകയാണ് ഇൻ ടു ദ സിസ്റ്റം ഫ്രം ഇറ്റ്സ് സറൗണ്ടിങ്സ്. അല്ലേ, അപ്പോൾ അതൊക്കെ ഒരു എൻഡോതെർമിക് പ്രോസസ്സിന് എക്സാമ്പിളാണ്. അപ്പോൾ എൻഡോതെർമിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എ പ്രോസസ് ഇൻ വിച്ച് എനർജി ഈസ് അബ്സോർബ്ഡ് ആസ് ഹീറ്റ്. ഓക്കെ, ഇറ്റ് ഈസ് കോൾഡ് ആൻ എൻഡോതെർമിക് പ്രോസസ്. എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് മെൽറ്റിംഗ് ഓഫ് ഐസ്, വേപ്പറൈസേഷൻ ഓഫ് വാട്ടർ ഒക്കെ. ഈ പ്രോസസ്സുകളിലൊക്കെ ഹീറ്റ് ഫ്ലോസ് ഇൻ ടു ദ സിസ്റ്റം ഫ്രം ഇറ്റ്സ് സറൗണ്ടിങ്സ്. ഇനി എക്സോതെർമിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ പ്രോസസ് ഇൻ വിച്ച് എനർജി ഈസ് ലിബറേറ്റഡ് ആസ് ഹീറ്റ്. അതാണ് പുറത്തേക്ക് ലിബറേറ്റ് ചെയ്യാണ് എനർജി ഹീറ്റായിട്ട്. അതാണ് എക്സോതെർമിക് പ്രോസസ്. ഇപ്പോൾ എക്സോതെർമിക് പ്രോസസ്സിന് എക്സാമ്പിൾ കമ്പഷൻ ഓഫ് ഗ്യാസോലിൻ, അല്ലെങ്കിൽ ഏത് സബ്സ്റ്റൻസിൻ്റെയും കമ്പഷൻ. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ഹീറ്റ് എക്സിറ്റ്സ് ഓർ ഫ്ലോസ് ഔട്ട് ഓഫ് ദ സിസ്റ്റം ആൻഡ് ഇൻ ടു ദ സറൗണ്ടിങ്സ്. സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് ഫ്ലോസ് ഔട്ട് ചെയ്ത് സറൗണ്ടിങ്സിലേക്ക് പോവാണ്. അതാണ് എക്സോതെർമിക് പ്രോസസ്. സോ വാട്ട് ഈസ് എൻ എക്സോതെർമിക് പ്രോസസ്? എ പ്രോസസ് ഇൻ വിച്ച് എനർജി ഈസ് ലിബറേറ്റഡ് ആസ് ഹീറ്റ്. അതാണ് എക്സോതെർമിക് പ്രോസസ്. എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് കമ്പഷൻ ഓഫ് ഗ്യാസോലിൻ, അല്ലെങ്കിൽ എനി അതർ സബ്സ്റ്റൻസ്, അതിൻ്റെ കമ്പഷൻ. അപ്പോൾ അത്തരത്തിലുള്ള പ്രോസസ്സുകളിലൊക്കെ ഹീറ്റ് എക്സിറ്റ്സ് ചെയ്യുകയാണ് ഓർ ഫ്ലോസ് ഔട്ട് ഓഫ് ദ സിസ്റ്റം ഇൻ ടു ദ സറൗണ്ടിങ്സ്. സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് പുറത്തേക്ക് സറൗണ്ടിങ്സിലേക്ക് പോകുന്നു. അതായത് എനർജി ലിബറേറ്റഡ് ആവുന്നു പുറത്തേക്ക് ആസ് ഹീറ്റ്. അതാണ് എക്സോതെർമിക് പ്രോസസ്സ്. അപ്പോൾ ഇതെല്ലാവരും നന്നായി പഠിക്കുക. എല്ലാ ഡെഫിനിഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. വിത്ത് എക്സാമ്പിൾസ് എല്ലാ ഡെഫിനിഷൻസും പഠിച്ചിരിക്കണം കേട്ടോ. ഓക്കെ.